So hello friends, once again welcome back friends. അപ്പോൾ നമ്മളൊരു ആംപ്ലിഫയറിൻ്റെ വീഡിയോ ആയിട്ടാണ് തിരിക്കുന്നത്. ഒരു 5.1 ആംപ്ലിഫയർ ആണ്. ഡിജിറ്റൽ ഇൻപുട്സ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ആംപ്ലിഫയർ ആണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ മണി നൈസായിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ എന്ന് പറയുന്നത്. ഡിസൈനിങ്ങിൽ നമ്മൾ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന ഒരു മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷിൽ മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പം ഫുള്ളി ഗ്ലോസി ആയിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ്റെ പാറ്റേൺ ഓൾഡ് പാറ്റേൺ ആണ്, നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിലൊരു ചെറിയ വ്യത്യാസങ്ങൾ ഇതിൻ്റെ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു റൊട്ടേറ്ററി എൻകോഡർ നമ്മുടെ റിമോട്ട് കിറ്റിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു USB ഇൻപുട്ട് പോർട്ട്, പിന്നെ ഓപ്റ്റിക്കൽ കോയാക്സിൽ HDMI ആർക്കിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്. പിന്നീട് വന്നിരിക്കുന്നത് സബ്വൂഫറിൻ്റെ വോളിയം കൺട്രോളായിട്ടൊരു നോബും വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ഡിസൈനിങ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അധികം കോംപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഫ്യൂടെക്കിൻ്റെ ഡയറക്റ്റ് USB അതുപോലെ തന്നെ ബ്ലൂടൂത്ത് എല്ലാം വരുന്ന പാനലാണ്. സോ എക്സ്ട്രാ നമുക്കൊരു USB മൊഡ്യൂളിൻ്റെ ആവശ്യകത വരുന്നില്ല. ക്യാബിനിലേക്ക് നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്യുന്ന വലിയ ക്യാബിനാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്, ചെറിയ ക്യാബിനല്ല. ഇതിൻ്റെ പെയിൻറ്റിങ് നമ്മൾ ഒന്നുകൂടെ റീപെയിൻറ്റ് ചെയ്ത് കുറച്ചും കൂടെ ക്വാളിറ്റി പെയിൻറ്റിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മൾ ബാക്ക് പാനലിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കും നമ്മൾ ഇതിനൊക്കെ തന്നെ ഒരു സെപ്പറേറ്റ് അക്രിലിക്കിൽ പാനൽ ചെയ്ത് പക്കയാക്കി വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഈ ഒരു മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ലൈറ്റ് സെറ്റിങ്സ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. സോ നമുക്കിൻ്റെ ലൈറ്റ്സ് എല്ലാം ഓണാക്കി ആംപ്ലിഫയർ ഓണാക്കി നോക്കിയിട്ട് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. കാര്യം ഇതിൻ്റെ ആ ഒരു ഫുൾ വൈറ്റ് പോർഷനിൽ കൂടെയും ലൈറ്റ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരും. സോ നമ്മൾ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു സ്വിച്ച് നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റും. കാര്യം ഇതിൻ്റെ ലൈറ്റ് കുറച്ച് കൂടുതൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരും. സോ ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പുറമേയുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഒരു വ്യത്യസ്തമായ ലുക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഫ്യൂടെക്കിൻ്റെ മിനി ഡീകോഡർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ആംപ്ലിഫയറിൽ ഒന്നാണിത്. ഡോൾബി DTS എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ആംപ്ലിഫയറാണ്. സോ നമുക്ക് എന്തായാലും ഈ ഒരു ആംപ്ലിഫയർ തുറന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ അസംബിൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറും ചെയ്തിരിക്കുന്നത്. ആംപ്ലിഫയറിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നോർമലി വലിയ ക്യാബിനാണ് ചൂസ് ചെയ്യുന്നത്. കാര്യം കൂടുതലും ആംപ്ലിഫയേഴ്സിൻ്റെ ബോർഡുകൾ തിക്ലി പാക്കഡ് ആക്കാതെ കുറച്ചധികം സ്പേസ് ഇട്ട് അതിന് കുറച്ചും കൂടെ ബ്രീത്തിങ് സ്പേസ് കൊടുത്താണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പവർ സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടോറോയിഡ് പവർ സപ്ലൈ ആണ്. അതുപോലെ തന്നെ റെക്ടിഫിക്കേഷൻ സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 35 ആംപിയർ 3 ബ്രിഡ്ജ് ഡയോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10,000 UFൻ്റെ 63 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്റർ നമ്മൾ സബിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനലിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 10,000 UF കപ്പാസിറ്റർ നമ്മൾ ഈ ഒരു ചാനലിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചാനലിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് TD-7194ൻ്റെ 5 ചാനൽ ബോർഡാണ്. അതിനുവേണ്ടി നമ്മൾ 4 ohmsലായതുകൊണ്ട് തന്നെ നമ്മളൊരു 28 വോൾട്ട് DC വരത്തക്ക രീതിയിലാണ് ഈ ഒരു ഫിൽറ്ററിംഗ് സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ AC-യിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു സോഫ്റ്റ് സ്റ്റാർട്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. DTECൻ്റെ സോഫ്റ്റ് സ്റ്റാർട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ചെറിയ പവർ സപ്ലൈകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 12 വോൾട്ട് റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഫ്യൂടെക്കിൻ്റെ മിനി ഡീകോഡറിന് വേണ്ടിയാണ്. മിനി ഡീകോഡർ സെപ്പറേറ്റ് വീഡിയോ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് പ്രോപ്പർലി ചെക്ക് ചെയ്യണം എന്ന ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ്. അടുത്തായിട്ട് നമുക്കൊരു 4700 25 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ നമ്മൾ നമ്മുടെ ഈ ഒരു റിമോട്ട് കിറ്റിന് ഒരു സപ്ലൈ എടുത്തിട്ടുണ്ട്. അതേ സപ്ലൈ തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു മിനി ഡീകോഡറിലേക്ക് കൊടുത്തിരിക്കുന്നത്. സോ രണ്ടും പ്രോപ്പർലി വർക്കിംഗ് ആണ്, നോ ഇഷ്യൂസ്. പിന്നീട് ഇതിനകത്ത് ചില്ലറ ചെറിയ റെക്ടിഫിക്കേഷൻ സിസ്റ്റമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ PCB കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ ഒരു കപ്പാസിറ്റേഴ്സ് എല്ലാം ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു പവർ സപ്ലൈ ഒരു ഡുവൽ സപ്ലൈ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് സൗണ്ട്രോണിൻ്റെ ഈ ഒരു സബ്വൂഫർ ലോ പാസ് ഫിൽറ്ററിന് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ചെറിയൊരു പവർ സപ്ലൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ലൈറ്റും ഫാനും വേണ്ടിയാണ്. സോ എല്ലാ പവർ സപ്ലൈയും നമ്മൾ ഒരേ ഭാഗത്താക്കി പവർ സപ്ലൈസ് എല്ലാം ഒരിടത്ത് തന്നെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. സോ അതൊക്കെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ പവർ സപ്ലൈ ഒക്കെ പലയിടത്ത് കൊണ്ടുവച്ചാൽ നോയ്സൊക്കെ വരും. സോ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കരുത്. ഇതുപോലെ തന്നെ ഇതാണ് ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റ്. ഡയറക്റ്റ് USB ഇൻപുട്ടും ബ്ലൂടൂത്തും എല്ലാം വരുന്നതാണ്. അതിനെപ്പറ്റി നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. കുറച്ചധികം കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ 5 ചാനൽ ബോർഡ്. TD-7194ൻ്റെ സൗണ്ട്രോണിൻ്റെ ബോർഡാണ്. നമ്മൾ ഒരുപാട് ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലയിൻസും ഇല്ല. നിങ്ങൾക്ക് 80 വാട്ട് 8 ohmsലും 4 ohmsലും സപ്ലൈ വ്യത്യാസപ്പെടുത്തി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ 6 ട്രാൻസ്ഫർ DTECൻ്റെ ബോർഡ്. ഇത് നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ബോർഡാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആംപ്ലിഫയറിൽ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. നോ കംപ്ലയിൻസ്. ഇത് നമ്മുടെ 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഡിലേയും ഉണ്ട്, പ്രൊട്ടക്ഷനും ഉണ്ട്, DC പ്രൊട്ടക്ഷനും ഉണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ഫ്യൂടെക്കിൻ്റെ
ആ ഒരു ഡോൾബി ഡീകോഡിങ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു മിനി ഡീകോഡർ എന്ന് പേരിട്ട ഒരു ഓമനപ്പേര് വിളിക്കുന്ന ഒരു ചെറിയ ബോർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ ഞാനിത് പ്രോപ്പർലി ചെക്ക് ചെയ്യണമെന്ന് വെച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. അതിൻ്റെ ഞാൻ പ്രോപ്പർലി ചെക്ക് ചെയ്തു, അതുപോലെ തന്നെ ഓഡിയോ റഷൊക്കെ വെച്ച് മാറി ചെക്ക് ചെയ്തു. സോ നല്ലൊരു ബോർഡാണത്. സോ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നോയ്സ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു റിമോട്ട് കിറ്റ് വെച്ച് നമുക്ക് ആ ഒരു ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒരു മിനി ഡീകോറിനെ. സോ നിങ്ങൾക്ക് ഈസി ടു യൂസ് ആണ്. 2 കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട് കൂളിങ്ങിന് വേണ്ടിയിട്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ബാക്കിൽ നമുക്ക് അക്രിലിക് ഷീറ്റിൽ ബാക്ക് പാനൽ ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ബാക്കിൽ ഓപ്പണാണ്, ഫ്രണ്ട് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു വലിയ ക്യാബിനാണിത്. അത് മാത്രമല്ല, നമ്മളിനി ഏത് ക്യാബിൻ മേടിച്ചാലും ഇതേപോലത്തുള്ള കട്ട് ഹോൾസൊന്നും നമുക്കതിൽ കിട്ടത്തില്ല. സോ നമ്മൾ എന്തായാലും സെപ്പറേറ്റ് ഒരു ഡയൽ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ 3mm തന്നെ ചെയ്യണം, 2mm ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്ലഗ് ഇൻ പ്ലഗ് ഔട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ എന്തായാലും നമ്മൾ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻപുട്ട് സെലക്ടർ ഉണ്ട് നമ്മുടെ മിനി ഡീകോഡറിൻ്റെ, ഒപ്റ്റിക്കൽ, കോയാക്സിൽ, അതുപോലെ തന്നെ ടിവിയിൽ നിന്നുള്ള HDMI ആർക്കിൻ ഇൻപുട്ടും ഉണ്ട്. പിന്നെ 3 ഓക്സിലറി ഇൻപുട്ട്, ഒരു സബിൻ്റെ പ്രീ ഔട്ട്, അതുപോലെ തന്നെ ഒരു ബാക്ക് ലൈറ്റിനുള്ള സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു ലൈറ്റ് ഓണും ഓഫും ഒക്കെ ഉള്ള സ്വിച്ചാണത്, ചെറുത്. മറ്റേത് പവർ സ്വിച്ചാണ്, ഫ്യൂസും അതുപോലെ തന്നെ 3 പിൻ AC കോഡ് വെയർ കൊടുക്കാനുള്ള ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ഔട്ട്പുട്ട് സോക്കറ്റ്സുകളും ബനാന സോക്കറ്റ്സാണ്, സ്പീക്കേഴ്സിൻ്റെ എല്ലാം. അതായത് ഹൈ വാട്ട്സ് താങ്ങാൻ ശേഷിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ബനാന സോക്കറ്റ്സാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് പാനൽ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓപ്റ്റിക്കൽ കോയാക്സിൽ HDMI ആർക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ആണ്. ഇത് നമ്മുടെ ആ ഒരു മിനി ഡീകോഡർ കിറ്റിനകത്ത് ഇൻബിൽറ്റായിട്ട് വരുന്നതാണ്. ഈ ലൈറ്റ് ബാക്കിലാണ് പോകുന്നത്, പക്ഷേ ഇതിനെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്ക് ഏത് ഇൻപുട്ടാണ് കറണ്ടിൽ സെലക്ട് ആയി കിടക്കുന്നത് അറിയാൻ പറ്റത്തില്ല. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ ഈ ഒരു റിമോട്ട് കിറ്റ് എഴുതി കാണിക്കും. എന്നിരുന്നാലും ഒരു ഇൻഡിക്കേറ്റർ പോലെ നമ്മളതിനെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇത് കസ്റ്റമേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈസിലി ഏത് ഇൻപുട്ടാണ് കിടക്കുന്നത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വാട്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫുള്ളി 4 ohms സ്റ്റേബിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. TDS 7294 ആയാലും സബ്വൂഫറിനായാലും നമ്മൾ 4 ohmsലേക്ക് വേണ്ടിയാണ് ഈ ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ TDS 7294 നമുക്കൊരു 70 to 80 വാട്ട്സ് പെർ ചാനൽ നമുക്ക് കിട്ടും, പെർ ചാനൽ. അത് 4 ohmsലാണ്. അതുപോലെ തന്നെ സബ്വൂഫറിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ഒരു 200, അതായത് 200 to 250 വാട്ട്സ് നമുക്ക് സബ്വൂഫറിനും ലഭിക്കും. നിങ്ങൾക്ക് 80 വാട്ട്സ് 70 to 80 വാട്ട്സ് എന്ന സ്പീക്കേഴ്സ് 4 ohmsൽ യൂസ് ചെയ്യാം. സബ്വൂഫേഴ്സിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് JBLോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രൈമേഴ്സോ അതിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, അത് 2 യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആംപ്ലിഫയറിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നത് ഒഴിവാക്കി ഡയറക്റ്റ് വിളിച്ചാൽ അത്രയും നല്ലതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നല്ലൊരു ആംപ്ലിഫയർ ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.